എന്തോന്നൊക്കെ ഇത്? ഒരു മര്യാദയില്ല അവൻ. എന്തോന്ന് മര്യാദ? ഒരുമാതിരി പോകൃതം പറഞ്ഞോണ്ടല്ലോ. ചൂടാതെ ചേട്ടാ. ഓ, ഇതേതോണ്ട് മഹാകാര്യം പോലെ 20 ദിവസം കേട്ടാ പോരെ. ഞാൻ സുമാറിയുണ്ട് അടിച്ചു എന്ത് പറ്റി? ഒന്നുമില്ലെന്നേ, അകത്തുകാരൻ ടിക്കറ്റ് ഇട്ടതിന്റെ ചൊറിച്ചില്ല. എന്താ ടിക്കറ്റ് ഇല്ലാതെ? കഴിഞ്ഞ മാസം രൂപ 100 ഞാൻ അയച്ചു തന്നത്. ഇത്രയും ദിവസം ഉണ്ടായിട്ട് നിനക്ക് ഒരു ടിക്കറ്റ് എടുത്ത് വെക്കാറില്ലല്ലോ. ആ പാന്റും അവസരമായിട്ട് ഇയാളായിട്ട് വലിയ കേവലാണെന്നാ വിചാരം. പോണല്ലോ അല്ലാതെ നിനക്കേത് തന്നെ പറഞ്ഞൂടാ. കേട്ടോ ചേട്ടന്മാരെ, കാവലത്തുനിന്ന് ബസ്സിൽ ഇടിച്ചേറി വരിക ഞാൻ ഈ ഗാനമേള അയക്കാൻ. ആ കളയേട്ടാ, ഇയാളെ പോയാട്ടെ, ഞാനത് കേട്ട് വരുന്നുള്ളൂ. തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞു. ടിക്കറ്റില്ലാതെ പുറത്തിരുന്ന് പാട്ട് കേൾക്കുന്ന ആരെങ്കിലും കണ്ടാ മോശമായിട്ടാ? ഒരു മോശവും ഇല്ല. ഇത് മുഴുവൻ കേട്ടിട്ടാ ഞാൻ വരുന്നുള്ളൂ. അത്ര കുറച്ചിലാണ് താണെങ്കിൽ ചെല്ലേ. കേട്ടോ, പാട്ട് കേട്ട് മതിയാവുമ്പോ പറയണേ, ഞാനിവിടെ നിന്നോളാം. വലിയ ഗതികേടായി പോയി. പോണോ? പിന്നെ ഞാൻ പുറത്തിരുന്ന് എന്തോ ചെയ്യാനാ? ഞാൻ പോയി അത് വരുന്നുണ്ട്. പാട്ടിട്ട് പോഞ്ഞ കൈ തരത് മേത്തോട്ടുള്ള കളി വേണ്ട, അത് ഇഷ്ടമല്ല. തുടരുത്. ചേട്ടാ എനിക്കൊന്നും വേണ്ട വേണ്ട. 4 വീൽ കപ്പ്, ഒരു ഫോഗ് ലാമ്പ്, ഒരു മ്യൂസിക്കൽ ഹോൾ. പിന്നെ ഇതും അറിവിടത്തെയാണ്. ആണോ? ആണോ? ആർക്കറി തുരുമ്പെടുത്തിട്ടുണ്ടല്ലോ. തുരുമ്പിനും കൂടെ ചേർത്തുള്ള വില തന്നാ മതി. എടാ ഇതെല്ലാം എടുത്ത് അകത്ത് വയ്ക്കുക. സംഭവം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ പറയാനാ? 4 വീൽ കപ്പ്, ഒരു മഞ്ഞ വിളക്ക്, ഒരു മ്യൂസിക്കലാണ്. ഇതെല്ലാത്തിനും കൂടെ ചേർത്ത് ഞാൻ എന്തെങ്കിലും ചില്ലറ കൂടെ തരാം. ചില്ലറയോ? ശരി. ഞാൻ പറയാം. വില പേശണ്ടേ? എടുത്തോണ്ട് പോയാലെങ്ങനെയാ? പിന്നെ എന്തോ 100 രൂപ. ഏതോ ഒരു കാര്യം ചെയ്യാം, ഒരു 100 രൂപ അങ്ങോട്ട് വന്നിട്ട് ഇത്രയും സാധനം ഞങ്ങൾ ഇവിടെ നിർത്തോണ്ട് വെക്കാം. ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ? ആരാന്റെ കട്ടി അപ്പം തിന്നാ പോരെ, കുഴി എന്നണോ? 200, 250, 260 കൊടുത്തേക്കടായി. അല്ല പട്ടണിയാവും. എന്തേലും ആട്ടെ. ഇനിയിപ്പോ ഒന്നും പറയണ്ട. ഐശ്വര്യമായിട്ട് പിടിച്ചോട്ടെ. അപ്പൊ ഞങ്ങള് മഞ്ഞളൊക്കെ മഞ്ഞ നമ്മളടുത്ത് വേണോ? എടാ കൊല്ലക്കുടിയിലാണ് തൂച്ചി വെക്കുന്നത്. നമ്മൾ നാളെ കാണേണ്ടവരല്ലേ?
ചുമ്മാ എന്തോ എന്താ നിന്റെ മാത്രം ശൃംഗാരം? നീ എന്താ മാജിക് കാണിക്കുന്ന? അല്ല, 3 കൊല്ലം കുത്തിയതല്ലേ. ടൈപ്പടിയുടെ ശബ്ദം കേട്ടപ്പോ എന്നോ ഉപേക്ഷിച്ച ആഗ്രഹങ്ങളെ തേടി എന്റെ മനസ്സ് ഞാൻ അറിയാതെ യാത്ര ചെയ്തു. നല്ലപോലെ ഡ്രസ് ചെയ്ത് ഒരു ടൈ കെട്ടിയ സ്റ്റെനോ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു ബാബു. പിന്നെ നമുക്കെല്ലാം കഴിക്കണ്ടേ? അടിമപ്പണിയാണ് നീ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. മനസ്സിന്റെ ആഗ്രഹം അവിടെ കിടക്കുന്നു, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവിടെ കിടക്കുന്നു. കാശിത എന്തിന് പറഞ്ഞ പോരെ? ആരോട് പറയാം? മുരുകനല്ലേ പഠിക്കുന്നത്? ഏത് മുരുകനായാലും ഈ പറഞ്ഞിട്ടുള്ള പരിപാടി വേണ്ട. കാശുണ്ടല്ലോ, പിന്നെന്താ വന്നാല്? എന്തോ സാറുണ്ട് വെച്ചിരിക്കുന്നോ? ഒരുമാതിരി വട്ടിപ്പണക്കാരന്റെ സ്വഭാവം കാണിക്കില്ലേ ബാബു? നിനക്ക് ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. കാശില്ല എന്ന എവിടെ മോണ്ട കണ്ട ഞാനാ വായിരിക്കുന്ന കേൾക്കും വേണം. കാശിട് കാശെടുക്കാം. ലൂസ് ആണെങ്കിൽ എനിക്ക് മതി, അല്ലാതെ ഇതുപോലെ ഉരുകി പിടിച്ചോന്നും എനിക്ക് വേണ്ട. ചേട്ടാ, ഇതാ ലേറ്റസ്റ്റ് ഫാഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊന്ന് ട്രൈ നോക്കണം സാർ. ഇവിടെ അപ്പുറത്തെ ഡ്രസ്സിന്റെ. ഓ ഇല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞ എനിക്ക് ഈ സാധനമൊന്നും പറ്റൂലാണ്. ഒരൊറ്റ എണ്ണം കയറുന്നില്ല. അതെ, കുറച്ചുകൂടെ ഈ പിന്നെ ലൂസായിട്ടുള്ള വല്ലതും ഉണ്ടോ? പൈജാമ മാറ്റി അതിനെ തുണിയെടുത്ത് വെക്കണം. വായട്ടാ, നമുക്ക് വേറെ പോയി നോക്കാം. ഇന്ന് വളരെ മോശം. രാത്രി വെട്ടം കാണാൻ. പിന്നെ ഇതിനൊന്നും അവകാശവാദം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. അയ്യോ അളിയ, ഇത് എങ്ങനെ സാധിച്ചു? ഞാൻ പിന്നെ ചെറുക്കാനാണോ വേഷം കെട്ടി ഇറങ്ങുന്നത്? നല്ല സ്റ്റൈലായിട്ട്. നല്ല തുണി. പിന്നെ അവകാശവാദം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഊര് പാൻറ് ഊരാൻ ചിരിച്ച് കാണിക്കൊന്നും വേണ്ട. അതെന്താ പരിപാടിയാ? ഞാനല്ലേ അടിച്ചോണ്ട് വന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് തീട്ടാ മതി. എടാ, നിന്നെ കാട്ടി എനിക്കല്ലേ ചേരുന്നത്. വേണ്ട, വിഷയമൊന്നും മാറ്റണ്ട. ഊരങ്ങോട്ട്. വേണ്ട, നീ കറുത്തവൻ കേട്ടോ. ഒരു ഔദാര്യം. ഇന്നലെ ചോദിച്ചപ്പോ എന്തൊരു ഡിമാൻഡായിരുന്നു. എല്ലാം നിനക്ക് ആദ്യം വേണം. ഞാൻ എന്താ പിച്ചക്കാരനാ? അങ്ങനെ ഇപ്പൊ കളിക്കട്ടെ. അളിയ, ഇന്ന് മറ്റേ പാർട്ടി വരും. ഏത് മറ്റേ പാർട്ടി? ഞാനൊന്ന് പറഞ്ഞില്ലേ ഹോട്ടലിൽ വെച്ചൊരു പെണ്ണുമായിട്ട് പരിചയപ്പെട്ടെന്ന്. അതിന് അവളിന്ന് രാവിലെ ഒരു 9:10 ആവുമ്പോ ഷോപ്പിങ്ങിന് വരും. വീണ് കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടളിയാ. വേണ്ടെങ്കി വേണ്ട, ഞാനങ്ങും പോടില്ല. എന്നെ ഇട്ട് കുഴഞ്ഞു കളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അധികം കാലം നടക്കൂല. പോയിട്ട് വാ. പോയിച്ചു വരാനാ? നീ കൂടെ വാ. ഞാൻ എന്താ വരുന്നത്? നീ അല്ലേ എന്റെ ഒരു ധൈര്യം. കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യണം വിചാരിച്ചിരിക്കുക. എന്തോന്ന്? ആ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പെമ്പിള്ളാരുടെ ധാരണ ഞാൻ എന്റെ വേലക്കാരനാണെന്നാ. രാവിലെ ഞാൻ ചായ വാങ്ങിച്ചോണ്ട് വരിക, കുറച്ച് നീ ഡ്രസ് ചെയ്ത് കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങുക, ഞാൻ ശെങ്കിടിയായിട്ട് പുറകെ വരിക. നിന്റെ ഈ അഭ്യാസം കാരണം ഒരൊറ്റ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അറിയോ? അതൊന്ന് മാറ്റിയെടുക്കണമല്ലോ. ഇപ്പൊ അവരുടെ ധാരണയൊക്കെ മാറിക്കാണും. മാറുവോ? നീ വേഗം കളിയാ. ഞാൻ ഇപ്പൊ റെഡിയാ. ചെല്ലേ പോരാടി. ചാളേ, വേഗം വന്നേ. ഒരു സിഗരറ്റ് കുറ്റിയല്ല. എന്തോ ഇത് കത്തിക്ക്.
ഇവിടെ കുറച്ച് കഴിയുമ്പോ വലിച്ചേണ്ടി വരുമോ? കൂട്ട് കൂട്ടാൻ ഒന്ന് വേഗം ആട്ടെ. നീയല്ലേ ഡെയിലി പൂട്ടുന്നത്, എനിക്കല്ലേ പരിചയം ഉണ്ടാകും. എന്നാ പിടി. വാ. അയ്യേ, വണ്ടിക്കത്ര തീപ്പെട്ടി കൂടി വിടുകയല്ല, അനക്കേടായിപ്പോയി. കൈയെടു, എട്, കൈയെടുക്ക. കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കാതെ. കാര്യമുണ്ട്, കുറച്ച് നീങ്ങിന്നോ. ഗുഡ് മോർണിംഗ്. ഹലോ. പിന്നെ ഷോപ്പിങ്ങിന് വന്നാണല്ലേ? ചാർലി, വണ്ടി കൊണ്ടുപോയി വീട്ടിട്ടേക്കോ. വണ്ടിയോ? എടാ കണക്ക് നമ്പരാമാ, അവന്റെ വണ്ടി. വണ്ടിയോ? വണ്ടി അങ്ങനെ യൂസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. വൺസ് ഇൻ എ വൈൽ, ഞാനിവിടെ വരുമ്പോ മാത്രം. ഒന്നാമത് ഇവിടുത്തെ ട്രാഫിക്, റോഡ്സ് വെരി ബാഡ്. 2 ദിവസം കൊണ്ട് മടുത്തു. മിസ്റ്റർ ഗോപകുമാർ? നോ പ്ലീസ്, ഗോപു. ഹൗ അബൌട്ട് വൺ മോർ ഐസ്ക്രീം? നോ താങ്ക്സ്. കുടിക്കാൻ എന്തെങ്കിലും? നത്തിങ്. അബ്സല്യൂട്ട്ലി കംഫർട്ടബിൾ. ഷുവർ. വെയിറ്റർ, വെൽ, ഓ എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. എത്രയായി? 2 ഐസ്ക്രീമിന് എന്ത് വില? 12 രൂപ. 20 രൂപയുണ്ട്, ബാക്കി നീ എടുത്തോ. ബില്ല് കൊണ്ടുവരുമ്പോ കൂടുതൽ പേനയും കൊണ്ടുവരണം, ഞാൻ ഒപ്പിട്ട് തരും. നീ സലാം വെച്ച് വാങ്ങിച്ചോണ്ട് പോയിക്കോളാം. ഓ, ഐ എം സോറി മീര. ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും സ്വൈര്യമായിട്ട് സാധിക്കാറില്ല. ഒന്നുകിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ്. വലിയ ഉത്തരവാദിത്തമാണ്. ഐ എം ഫെഡ് അപ്പ്, റിയലി ഫെഡ് അപ്പ് അറ്റ് ദിസ് ഏജ്. ഞാൻ ക്യാഷ് കൊണ്ടുനടക്കാറേ ഇല്ല. ബില്ല് ഓഫീസിലയക്കും, എല്ലാം കമ്പനി അക്കൗണ്ടിൽ പൊയ്ക്കൊള്ളും. അത്രയും ടാക്സ് കുറയുമല്ലോ. നമുക്കിറങ്ങാം. ഓ ഷുവർ. 20 രൂപയോ? രാവിലെ പുട്ടും കടലയും മേടിക്കാൻ 2 രൂപ ചോദിച്ചപ്പോ കണക്ക് പറഞ്ഞ ചമ്പാരാമൻ പിള്ളേ, ഒരു പെണ്ണിനോട് 10 മിനിറ്റ് സംസാരിക്കാൻ 20 രൂപ, അതും ഒരു കാശുകാരി പെണ്ണിനോട്. ഈ പരിപാടി ശരിയാവില്ല. അതിനൊക്കെ വേറെ കാര്യം ഉണ്ട് ചാർലി. എന്ത് കാര്യമായാലും മോട്ടിക്കാൻ ഞാൻ, പ്രേമിക്കാൻ നീ. ആ കളി വേണ്ട. ആശയില്ലെന്ന് കണ്ട എവിടെ ഇട്ടച്ചങ്ങ് പോവും, അത്രേ ഉള്ളൂ. അതെ നിന്റെ ഗതി, എനിക്കങ്ങനെയുള്ള ഗതികൾ ഉണ്ടാവില്ല. ഉണ്ടാകാതിരിക്കട്ടെ. ഹലോ ഹലോ, ആരായത്? തീരെ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. സ്റ്റോക്കില്ല. ഇന്നോ നാളെ എങ്ങനെ വരുമോ? ഒന്നും പറയാനൊക്കത്തില്ല, എല്ലാം കർത്താവിന്റെ ഇരിക്കുക. ഈശോമിശിയായി സ്വീകരിക്കട്ടെ. എപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കും. 2 ബോഷമാണ്. ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്യടാ. നീ ഫസ്റ്റ് ഇടാ. നല്ല ഷൈനിങ് അല്ലേ വേൾഡ് കപ്പിന്? 24 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനോ ഭാഗ്യവതിയായി തീരും. 2 രൂപ മുടക്കി ഒരു ടിക്കറ്റ് കരസ്ഥമാക്കൂ. ഭാഗ്യദേവന നിങ്ങളെ മാറി വണ്ടി നോക്കി. ഒരു ചായ വാങ്ങിച്ചു മിസ്റ്റർ. രാവിലെ തൊട്ട് ഭാഗ്യദേവനെ വിളിക്കുകയല്ലേ? എത്ര കടകൾ കഴിഞ്ഞു? ഞാൻ എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു വണ്ടി വിടണമെങ്കിൽ? ചായ വാങ്ങിച്ചാപ്പോ രാവിലെ പോലെ ഇന്നത്തെ അനൗൺസ് ചെയ്യല്ലേ ഭാഗ്യദേവനെ? എത്ര കട കഴിഞ്ഞോ? എന്താ 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 പ്രശ്നം എന്ന് പറ. അല്ല ശരി, രാവിലെ പോലെ ഇതിന്റെ ലോട്ടറി ടിക്കറ്റ് അനൗൺസ് ചെയ്യാം. ഒരു ചായ വാങ്ങിച്ചാൽ പറഞ്ഞിട്ട് വാങ്ങിച്ചിരുന്നില്ലേ? ചായ വാങ്ങിച്ചു കൊടുക്കാശാനെ. ആ ഇക്കണക്കിന് ശബ്ദം മാത്രമല്ല തടിയും പോവും. ചുമ്മാ വാശാനി കളവന്റെ വേറെ. എന്താ അല്ല പിന്നെ 5 മണി വരെ 10 മണി വരെ ഇയാളുടെ വണ്ടിക്ക് വണ്ടി പോയി. ഹലോ ഹലോ,
എന്ത് പറ്റി? കാറ് പോയി. പോട്ടെ. പോട്ടെന്ന് പറഞ്ഞ കാശ് തന്നില്ലെന്നേ. ഈ ഇപ്പൊ എന്താ വേണ്ടേ? ചായ കുടിക്കണോ? ചായ കുടിക്കണോ? നിന്റെ കാശില്ലേ? കാശാ? എന്റെ കാശ് കാശില്ലേ? കാരണം പെമ്പിളാതെ സൽക്കരിക്കാൻ 10 രൂപ ചായ കുടിച്ചപ്പോ ഉണ്ടല്ലേ? അതിനൊക്കെ ഉള്ള കാശുണ്ട്. വാങ്ങുണ്ട്. അവൻ പോട്ടാശാനെ.